നമസ്കാരം. പലരും പലരുടെയും ജീവിതത്തിന്റെ അത്താണിയായിട്ടുണ്ട്. അത്തരത്തിൽ ആഫ്രിക്കൻ ഗ്രാമങ്ങളിലെ ഉൾനാടൻ ഗ്രാമങ്ങളിലെ ഉള്ള ഒരു കൂട്ടം മനുഷ്യരുടെ പച്ച മനുഷ്യരുടെ അത്താണി കുടിവെള്ളത്തിന്റെ സ്രോതസ്സായി മാറിയത് ദിൽഷാദ് എന്ന ചെറുപ്പക്കാരനാണ്. കേരളം വാനോളം വാഴ്ത്തി അവന്റെ യൂട്യൂബ് വരുമാനവും മറ്റും എല്ലാം ഇത് യാത്ര ടുഡേ എന്ന ചാനലിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് പുറമെ മറ്റ് സുഹൃത്തുക്കളിൽ നിന്നൊക്കെ കിട്ടുന്ന സ്പോൺസർ തുക ആഫ്രിക്കയിലെയും ഇവിടെയൊക്കെയുള്ള പലരുടെയും കണ്ണീരൊപ്പാനായി ചെലവഴിച്ചു. നമ്മുടെ കേരളത്തില് അധികാരികൾ തിരിഞ്ഞു നോക്കാത്ത പല ഉൾനാടൻ വനാന്തര ഗ്രാമങ്ങളിലും ഒക്കെ ദിൽഷാദ് വെളിച്ചവും വെള്ളവും എത്തിച്ച കഥ നമുക്കറിയാം. ആ ദിൽഷാദിനെ കഴിഞ്ഞ 4 ദിവസമായി കാണാനില്ല എന്നൊരു വാർത്തയാണ് കേൾക്കുന്നത്. ഹൃദയ വേദനയുണ്ട്. കാരണം എന്നെ ഈ ഒരു യൂട്യൂബിന്റെ ചാനലിൽ അല്ലെങ്കിൽ എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഇത്രയൊക്കെ ആക്കി തീർത്തതിൽ പ്രധാന പങ്ക് ദിൽഷാദിനാണ്. എൻ്റെ നാട്ടുകാരനാണ്. ആഫ്രിക്കയിലൂടെയുള്ള യാത്രക്കിടയിലാണ് ദിൽഷാദ് ഒരു സ്കൂളിൽ എത്തുന്നത്. ആ സ്കൂളിന്റെ സിലബസ് അതോടെ മാറി മറിഞ്ഞു എന്ന് പറയാം. അതിൻ്റെ ഒരു കഥ ഹൃദയസ്പർശിയോടെ നമ്മൾ കാണാറുണ്ട്. അതിനകത്ത് ആ ചിത്രങ്ങൾ നമ്മൾ കാണാറുണ്ട്. അതായത് ഓരോ ക്ലാസ്സിലെ കുട്ടികളാണ്, അതും പെൺകുട്ടികളാണ്, ഓരോ ദിവസവും കിലോമീറ്ററുകൾ നടന്ന് ആ സ്കൂളിലേക്ക് ആവശ്യമായ വെള്ളം കൊണ്ടുവരുന്നത്. അവരുടെ ഒരു ദിവസം അതിനുവേണ്ടിയുള്ളതാണ്. അവിടെ ദിൽഷാദ് കിണർ കുഴിച്ചു, അതിന് മോട്ടോർ വച്ചു, അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുങ്ങി. ഒരു കിണർ കുഴിക്കുന്നത്ര വലിയ കാര്യം ചിന്തിക്കും, പക്ഷെ ആഫ്രിക്കയിൽ അത് വലിയ കാര്യമാണ്. ആ കുട്ടികള് അവനെ കെട്ടിപ്പിടിച്ച് അവന് മുത്തം കൊടുത്ത് അവനോട് ചേർന്ന് നിന്ന ദൃശ്യങ്ങൾ ഇവിടെ നമ്മുടെ മലയാള ചാനലുകളൊക്കെ കാണിച്ചപ്പോൾ നമുക്കൊക്കെ അഭിമാനം തോന്നി. പക്ഷേ ദിൽഷാദ് യാത്ര ടുഡേ ക്വിറ്റ്, ഐ എം ക്വിറ്റ് എന്ന 4 ദിവസം മുമ്പിട്ട ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് അതിലൂടെ കാണാതായിരിക്കുകയാണ്. ആസമിലാണ് ഈ സമയത്ത് ദിൽഷാദ് ഉള്ളത്. ആസമിൽ എന്ത് സംഭവിച്ചു എന്നറിയില്ല. ദിൽഷാദിനെ ആരെങ്കിലും അപായപ്പെടുത്തിയതാണോ, ഇനി അതല്ല ദിൽഷാദിന്റെ ഡിവൈസ് ആരെങ്കിലും എടുത്തുകൊണ്ട് കളിച്ചതാണോ, ഒന്നും അറിയില്ല. ഏതായാലും 2009 യൂട്യൂബ് ചാനൽ തുടങ്ങിയ എനിക്ക് ഒരു പ്രൊമോഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ദിൽഷാദിന്റെ അടുത്ത് എത്തുന്നത്. തന്നെ തേടി എത്തുന്ന ആരെയും ദിൽഷാദ് നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല, എന്നെയും നിരുത്സാഹപ്പെടുത്തിയില്ല. പക്ഷെ എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു, നിങ്ങളുടെ കപ്പാസിറ്റി നിങ്ങൾക്ക് അറിയില്ല. യൂട്യൂബിൽ നിങ്ങൾ സൈക്കോളജിയിലും മറ്റുള്ളിടത്തുമൊക്കെ പുലി ആയിരിക്കാം, പക്ഷെ ഇതിൽ നിങ്ങൾ എലിയായിരിക്കുന്നത് നിങ്ങളുടെ മാത്രം കഴിവുകേടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില സൂത്രപ്പണികൾ എനിക്ക് പറഞ്ഞു തന്നു. ഞാൻ അത് വെച്ചിട്ടാണ് എൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലേക്ക് ഞാൻ കയറുന്നത്. ഇന്ന് നിങ്ങൾ എന്നെ കേൾക്കുന്ന ഈ യൂട്യൂബ് ചാനലിന് ഇത്രയും സബ്സ്ക്രൈബ്സും ഇതുപോലെ തന്നെ ഈ കാണുന്ന ഫേസ്ബുക്ക് പേജിന് ഇത്രയും ഫോളോവേഴ്സും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊരാളെ ഉള്ളൂ കാരണക്കാരൻ, യാത്ര ടുഡേ ദിൽഷാദ്. ആ സ്നേഹവും ആ ബഹുമാനവും എനിക്ക് അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കാണാനില്ല എന്നറിയുമ്പോൾ തെഞ്ഞിപ്പലം പോലീസിൽ ദിൽഷാദിന്റെ കുടുംബം പരാതി കൊടുക്കുമ്പോൾ, അന്വേഷിക്കാൻ പോലീസ് തയ്യാറാകുമ്പോൾ, ദിൽഷാദിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ആസമിലേക്ക് വണ്ടി കയറുമ്പോൾ, മറ്റു ചില സുഹൃത്തുക്കളുടെ ഫോണുകൾ നിർത്താതെ ബെല്ലടിക്കുമ്പോൾ ഒക്കെ ഒരാശങ്കയുണ്ട്. അതിനേക്കാളേറെ ഞങ്ങൾക്ക് പ്രാർത്ഥനയാണ്. ദിൽഷാദ് ഒരുപാട് പേരുടെ സ്നേഹമാണ്, ഒരുപാട് പേരുടെ കണ്ണീരൊപ്പിയ ഒരു വ്യക്തിയാണ്. അതിൽ ജാതി മതവും വർണ്ണമൊന്നുമില്ല, ഒന്നുമില്ലാതെ എല്ലാവരും ഒരുപോലെ ചേർത്ത് പിടിച്ച ഒരു നല്ലൊരു മനുഷ്യൻ. ഒരു കാരണവശാലും അവന് ജീവിതത്തിൽ നിന്ന് മാഞ്ഞു പോകേണ്ട ഒരു സാഹചര്യമില്ല. അങ്ങനെ മാഞ്ഞു പോകുന്ന ഒരാളുമല്ല. പിന്നെ എന്തു പറ്റി എന്നതാണ് നോക്കിയിരിക്കുന്നത് ആശങ്കയോടെ. പൂർണ്ണ ആരോഗ്യത്തോടെ ദിൽഷാദ് വീണ്ടും നമ്മളിലേക്ക് തിരിഞ്ഞു വരും എന്നൊരു പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. അതാണ് ആഗ്രഹവും. മറ്റൊന്നും ചിന്തിക്കാൻ തൽക്കാലം കഴിയുന്നില്ല. ദിൽഷാദിനെ കാത്ത് എല്ലാവരെയും പോലെ ഞാനും ഇരിക്കുന്നു.